നെക്സ്റ്റ് റേഡിയോ വേവ്സ്. അതിനേക്കാൾ മുൻപായിട്ട് വയർലെസ് മീഡിയയിൽ നമ്മൾ ഇത്രയധികം വേവ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു എങ്കിലും ട്രാൻസ്മിഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ് ആൻഡ് ഇൻഫ്രാറെഡ് വേവ്സ്. ഇത് മൂന്നുമാണ് യൂസ് ചെയ്യണത്. അതിൽ തന്നെ റേഡിയോ വേവ്സ് എടുത്തു കഴിഞ്ഞാൽ ഫ്രീക്വൻസി 3 kHz മുതൽ 3 GHz വരെയാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഫ്യൂ മീറ്റേഴ്സ് മുതൽ തുടങ്ങി ഒരു എൻറ്റയർ സിറ്റി വരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഈസി ടു ജനറേറ്റ്, ഇത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന വേവ്സ് ആണ്. പെട്ടെന്ന് അത് ജനറേറ്റ് ആവുന്നുണ്ട്. ട്രാവൽ ലോങ് ഡിസ്റ്റൻസ്, കൂടുതൽ ഡിസ്റ്റൻസിലേക്ക് ഇത് ട്രാവൽ ചെയ്യും. പെനിട്രേറ്റ് ദ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് വരെ തുളഞ്ഞു കയറാത്തക്ക രീതിയിലുള്ള വേവ്സ് ആണിത്. ഇനി ഇത് എവിടെയൊക്കെ ഉപയോഗിക്കുന്നു? കോഡ്ലെസ് ഫോണുകളിൽ, പിന്നെ ഗ്യാരേജ് ഡോർ ഓപ്പണർ. നമ്മളിപ്പോൾ ഓട്ടോമൊബൈൽ ഗ്യാരേജിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലുള്ള ഡോർ ഓപ്പണേഴ്സിനെ കാണാം. അപ്പോൾ അത് അവർ ജസ്റ്റ് അത് ഓൺ ചെയ്യുന്നതും ഓഫ് ചെയ്യുന്നതും അതിനൊരു സ്വിച്ചൊക്കെ ഉണ്ട്. ആ സ്വിച്ചിലൂടെയാണ് ഇത് ഓപ്പൺ ചെയ്യണതും അതുപോലെ തന്നെ ക്ലോസ് ചെയ്യണതും. അവിടെയൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ AM അതേമാതിരി FM റേഡിയോയിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എവിടെ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പർപ്പസുകൾ മീറ്റ് ചെയ്യണമോ അവിടെയൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. ഇനി അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഒമ്നി ഡയറക്ഷണൽ, അതായത് ഇതൊരു സിംഗിൾ ഡയറക്ഷനിലൂടെ അല്ല പാസ് ചെയ്യണത്. ഇത് ഏത് ഡയറക്ഷനിൽ, ഇൻ ഓൾ ഡയറക്ഷൻസ്, നമുക്ക് പറയാൻ പറ്റില്ല ഏത് ഡയറക്ഷൻസിലൂടെയാണ് നമുക്കത് കിട്ടണേ സിഗ്നൽ എന്നുള്ളത്. പക്ഷേ ഇറ്റ് ഈസ് അവൈലബിൾ എവ്രിവെയർ. അതുകൊണ്ടാണ് നമുക്ക് കറക്റ്റ്. ചില സമയത്ത് നമുക്ക് തന്നെ സിഗ്നൽ കിട്ടാതെ വന്നാൽ റേഡിയോ ട്രാൻസ്മിഷൻ നമുക്ക് ഡിസ്റ്റർബ്ഡ് ആവാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവിടെ സിഗ്നൽ ഇല്ല, അങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് ഇന്ന ഡയറക്ഷനിലുണ്ട് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് ഇറ്റ് ഈസ് ഒമ്നി ഡയറക്ഷണൽ. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ ഓൾ ദ ഡയറക്ഷൻസ്. സോ ഫ്രം ഹിയർ ഓർ ദെയർ യു വിൽ ഗെറ്റ്. അങ്ങനെയാണ്. റിലേറ്റീവ്ലി ഇൻഎക്സ്പെൻസീവ് ദാൻ വയേർഡ് മീഡിയ. വയേർഡ് മീഡിയമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് എക്സ്പെൻസ് കുറവാണ്. ഈസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓവർ ഡിഫിക്കൾട്ട് ടെറൈൻ എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ കുന്ന്, മല, അതേപോലെ തന്നെ കുറച്ച് ഇറക്കവും കയറ്റവും അങ്ങനെയുള്ള ലെവലല്ലാത്ത സ്ഥലത്ത് കൂടെ പോവുകയാണെങ്കിൽ കൂടി ഈ വേവ്സ് വളരെ ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ട്രാൻസ്മിഷൻ ഇൻറ്റർഫിയർഡ് ബൈ മോട്ടർ ഓർ അതർ എക്വിപ്മെൻറ്റ്സ്. നമുക്ക് എന്തെങ്കിലും മോട്ടറോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഷീനറീസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ചിലപ്പോൾ ഈ ട്രാൻസ്മിഷനെ അത് അഫക്റ്റ് ചെയ്യാറുണ്ട്. പെർമിഷൻ ഫ്രം കൺസേൺഡ് അതോറിറ്റി. ഇത് യൂസ് ചെയ്യണമെങ്കിൽ ശരിക്കും അതിൻ്റെ അധികാരപ്പെട്ട ആൾക്കാരിൽ നിന്നുള്ള പെർമിഷൻ നമുക്ക് ആവശ്യമാണ്. ലെസ് സെക്യൂർ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. ഇതൊരു സെക്യൂർഡ് ആയിട്ടുള്ള ഒരു മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സെക്യൂരിറ്റി വളരെ കുറവായിട്ടുള്ള ഒരു മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ആണ് റേഡിയോ വേവ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്.